അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ആർക്കാണ് വഅദ് കേട്ടാൽ നന്നാവാൻ തോന്നുന്നത്? ആരാണ് വഅദ് കേട്ടാൽ നന്നാവുന്നത്? ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن ബിൽഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അല്ലാഹു പറയാണ്, നിങ്ങളുടെ ഉപദേശം ഉപകരിക്കുന്നത് ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ഖുർആൻ ഓതി ജീവിക്കുന്നവർ, ഖുർആനിനോട് താല്പര്യമുള്ള ആളുകൾ. ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ ആളുകളുടെ മുമ്പിൽ നന്നാവുന്നവരല്ല. ആരാളുണ്ടാകുമ്പോൾ എല്ലാവരും നല്ലവരാണ്. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആൾക്കാരുടെ മുന്നിൽ നല്ല ആളാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും പ്രൈവസി, ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ എന്താണ്? എന്റെ കൂട്ടുകാരാണ് എന്നെ കുറിച്ച് പറയേണ്ടത്, വേലൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ ഇയാളുടെ സ്വഭാവം എന്തോ? ഖുർആൻ ഓതാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? വേലം പറഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണോ? ഇതൊക്കെ എന്റെ വീട്ടുകാർക്ക് അറിയാം, നിങ്ങൾക്ക് അറിയൂല. വേല നന്നായിട്ട് കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ ഒഴിച്ചിട്ട് വേല പറഞ്ഞൂടെ അല്ലെ? കുറച്ച് ഗ്ലിസറിൻ കൂടി വാങ്ങിയ അതിനേക്കാൾ ഉഷാറായിട്ട് വേല പറഞ്ഞൂടെ? പക്ഷേ ഈ വേല പറയുന്ന ആളുകളുടെ ജീവിതം, ഇവരുടെ ഐഡന്റിറ്റി സർട്ടിഫൈ ചെയ്യുന്നത് വീട്ടുകാരാണ്, അവരുമായി അടുത്ത ആളുകളാണ്. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അത് ആൾക്കൂട്ടത്തിലല്ലാതെ, alone among the crowd, ആളുകൾക്കിടയിലല്ലാതെ ആൾക്കൂട്ടത്തിൽ നിന്ന് അകലെ നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതം, ഉദാഹരണം നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന മക്കളാണ്, മംഗലാപുരത്ത് പഠിപ്പിക്കുന്ന മക്കൾ, നല്ല ഫർദ കിട്ടിട്ട വീട്ടിൽ നിന്ന് ഇറങ്ങാം. സ്ഥാപനത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? ട്രെയിനിൽ കയറിയാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? പെൺമക്കളാണെങ്കിലും ആൺമക്കളാണെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മുടെ മാതാപിതാക്കൾ ഗൾഫിൽ നിന്ന് NRI ചെക്കും ക്യാഷൊക്കെ കൊടുത്തയച്ച് മക്കളെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് മംഗലാപുരത്തേക്ക് ഒരു ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ അയച്ചതാണ്. ഹോസ്റ്റലിൽ ചെന്ന് മക്കളുടെ അവസ്ഥ എന്ത്? ബാംഗ്ലൂരിലേക്ക് പഠിപ്പിക്കാൻ അയച്ചതാണ്, അവിടെ എത്തി മക്കളുടെ അവസ്ഥ എന്ത്? കോഴിക്കോടിലേക്കും എറണാകുളത്തും പഠിപ്പിക്കാൻ അയച്ചു, മക്കളുടെ അവസ്ഥ അവിടെ ആരും കാണാനില്ല, അവിടെ ആരും ശ്രദ്ധിക്കാനില്ല, അവിടെ ആരും ചോദ്യം ചെയ്യാനില്ല. അപ്പോ സുഖമാണ്, ഞാൻ തോന്നിയതുപോലെ എനിക്കിഷ്ടമുള്ള ആളുകളുടെ കൂടെ ഞാൻ ജീവിക്കട്ടെ. ആ ഒരു ചിന്തയാണ് നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ മക്കൾക്കുള്ളതെങ്കിൽ അപകടമാണ്. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു ചീട്ടുകൊട്ടാരം പോലെ തവിട് പൊടിയാക്കി വലിച്ചെറിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വീട്ടിൽ നല്ല ആളാണ്, വീട്ടിൽ ഉമ്മമാരുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുന്നിൽ, മക്കളുടെ മുന്നിൽ നല്ല ആളാണ്. പക്ഷേ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ, ആരാരും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ തോന്നിയതുപോലെ ജീവിക്കുകയാണ്. അല്ലാഹുവിനെ പേടിയില്ല എങ്കിൽ നിങ്ങളുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. ചീട്ടുകൊട്ടാരം പോലെ ധൂളികളാക്കി തവിട് പൊടിയാക്കി എല്ലാ നന്മകളെയും അല്ലാഹു വലിച്ചെറിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ശ്രദ്ധിക്കണേ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സദസ്സിലുണ്ടെങ്കിൽ അവരോടാണ് ഞാനിത് പറയുന്നത്. മക്കയിൽ ഖാളിയായ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മഹാനായ ഒരു സുഫിവന്യനായ ഒരു ഖാളി ഉണ്ടായിരുന്നു. ഒരു ഖാളി താബിയാണ് അദ്ദേഹം. ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മഹാനായ താബിയാണ്, സൂഫിവന്യനാണ് അയാൾ. അതേപോലെ മക്കയിൽ ജീവിച്ചിരുന്ന ഒരു സുന്ദരിയായ ഒരു പെണ്ണിന്റെ കൂടെയുള്ള കഥ പറയുന്നുണ്ട്. സുന്ദരിയായ പെണ്ണിന്റെ കൂടെയുള്ള കഥ പറയുന്നുണ്ട്. മക്കയിൽ നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ പെണ്ണായിരുന്നു അത്. കല്യാണം കഴിഞ്ഞ ഭർത്താവുള്ള പെണ്ണാണ്. ഒരു ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തന്റെ സൗന്ദര്യം, മുഖത്തിന്റെ സൗന്ദര്യവും മുഖത്തിന്റെ ഭംഗിയും നോക്കി, തരക്കേടില്ലല്ലോ, ഞാൻ കുഴപ്പമില്ലല്ലോ, കുറച്ച് ചുറുക്കുണ്ടല്ലോ, കുറച്ച് ഭംഗിയുണ്ടല്ലോ. എന്നിട്ട് ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് എന്റെ ലുക്ക് നോക്ക്, എന്റെ ഭംഗി നോക്ക്, ഈ സൗന്ദര്യം കണ്ടാൽ ആരാ വീഴാത്തത്? എന്റെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ എനിക്ക് എല്ലാവരെയും, ഞാൻ വിചാരിച്ച ആളുകളൊക്കെ വഴികേടിലേക്ക് നയിക്കാൻ, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, നിനക്ക് എല്ലാവരും പറ്റുമായിരിക്കും, പക്ഷെ ഒരാളെ നിനക്ക് വഴികേടിലേക്ക് നയിക്കാൻ പറ്റൂല.
അതാരാ? അത് ഉബൈദ് ഇബ്നു ഉമൈർ, മക്കയിൽ ഖാളിയായി ജോലി ചെയ്യുന്ന മക്കയിലെ ഖാളി ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ താബിയായ സൂഫിയാണ്. അയാളെ വഴികേടിലേക്ക് നയിക്കാൻ, അയാളെ ഫിത്നയുണ്ടാക്കാൻ നിനക്ക് സാധിക്കൂല. അപ്പൊ പെണ്ണ് ചോദിച്ചു, എനിക്ക് സമ്മതം തരുമോ, ഞാനൊന്ന് പോയി നോക്കട്ടെ? ഞാൻ നിനക്ക് സമ്മതം തന്നു. ദയ്യൂസ് എന്ന് പറയുന്നത് ഇയാളെയാണ്. വ്യഭിചരിക്കാൻ വേണ്ടി ഭാര്യ ആക്കാൻ, മറ്റൊരാളെ വഴികേടിലേക്ക് നയിക്കാൻ വേണ്ടി ഭാര്യ പറഞ്ഞേക്കാണ്. ഭാര്യ എന്താ ചോദിച്ചത്? ഞാൻ അയാളെ വഴികേടിലേക്ക് നയിച്ച് അയാളുമായി ശാരീരിക സംസർഗം പുലർത്തി ഞാൻ വരാം, എനിക്ക് പറ്റുമോ ഇല്ലേ എന്ന് നോക്കട്ടെ, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ഭർത്താവ് പറഞ്ഞു, നീ പോയിക്കോൾ, എന്റെ സമ്മതമുണ്ട്. അതിൽ തുലക്കി, ഞാൻ നിനക്ക് സമ്മതം തന്നു. പെണ്ണുപോയി നല്ല പർദ്ദയും മുഖവും മറച്ച ഹിജാബ് ധരിച്ച് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം ഇങ്ങനെ പള്ളിയിലുണ്ട്, ഒരു മൂലയിൽ ആരാരും കാണാത്ത ഹറമാണല്ലോ, വിശാലമാണല്ലോ, ആരാരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എത്തിയപ്പോഴാണ് ഈ പെണ്ണ് വിളിക്കുന്നത്, ഞാൻ നിങ്ങളോട് മസ്അല ചോദിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. എന്റെ മസ്അലകൾ, എന്റെ ആവശ്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരുമോ? പെണ്ണ് മഹാനായ ഉബൈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഖാളിയോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു തരാം, എന്താണ് നിങ്ങൾക്ക് സംശയമുള്ളത്? ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചോ. ചോദ്യത്തിനിടയിലാണ് തന്റെ സുന്ദരമായ മുഖം കാണാൻ വേണ്ടി, ഖാളിയാർ അവர்கள் കാണാൻ വേണ്ടി മുഖം മറച്ചിരിക്കുന്ന ആ ഒരു ഷാൾ കൊണ്ട് തന്റെ മുഖം തുറന്നു കാണിച്ചു കൊടുത്തത്. തന്റെ മുഖം തുറന്നു നോക്കുമ്പോൾ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ വല്ലാത്ത സൗന്ദര്യം കൊണ്ട് പ്രകാശിക്കുന്നു ആ പെണ്ണിന്റെ മുഖം. അപ്പൊ മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമത്തല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ പെണ്ണേ, അന്യപുരുഷന്റെ മുന്നിൽ മുഖം വെളിവാക്കരുത്. അല്ലാഹുവിനെ പേടിക്കണം. ആരാരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള സ്ഥലം നോക്കിയിട്ടാണ് പെണ്ണ് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത്. ഇത്തഖില്ലാഹ യാ അമത്തല്ലാഹ്, അല്ലാഹുവിനെ പേടിക്കണേ പെണ്ണേ. അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട്, ഞാൻ നിങ്ങളുമായി പ്രണയത്തിലാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, എന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്റെ ശാരീരിക ആഗ്രഹങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചു തരണമെന്ന് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പെണ്ണ് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉബൈദ് റളിയല്ലാഹു അൻഹു പെണ്ണിനോട് തിരിച്ചു ചോദിക്കുന്നത്, ഞാൻ നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് വ്യക്തമായ മറുപടി നൽകിയാൽ നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റി തരാമെന്ന്, നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സഫലീകരിച്ചു തരാമെന്ന് മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പെണ്ണിനോട് പറയാണ്. പെണ്ണ് പറഞ്ഞു, ചോദിച്ചോളൂ, ഇല്ലാ സദ്ദഖതുക, നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ സത്യം മാത്രമേ നിങ്ങളോട് പറയുകയുള്ളൂ. അപ്പോഴാണ് ഉബൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഖ്ബിരീനി, പെണ്ണേ എന്നോട് പറയണം, ലൗ അന്ന മലക്കൽ മൗതി അതാകി യഖ്ബിലു റൂഹകി അകാന യസുറുകി അന്നി ഖളൈതു ലക ഹാദിഹിൽ ഹാജ, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി, നിന്റെ ആത്മാവിനെ കൊണ്ടുപോവാൻ വേണ്ടി അല്ലാഹുവിന്റെ കൽപ്പനയോടുകൂടെ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നിന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് കൊണ്ടുപോയി മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ നിന്റെ വൈകാരിക താല്പര്യങ്ങൾ പൂർത്തീകരിച്ചു തന്നാൽ ആ ഒരു പ്രവർത്തനം കൊണ്ട് നിനക്ക് സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാവുക? മരണസമയത്ത് ഈ ഒരു വ്യഭിചാരം കാരണം നീ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ ചെയ്യുക? പെണ്ണ് പറഞ്ഞു, യാ അല്ലാഹ്, അല്ലാഹുമ്മ ലാ, അല്ലാഹുമ്മ ലാ, എനിക്ക് പേടിയാണ്, ഞാൻ പേടിക്കുകയാണ്, എനിക്ക് സന്തോഷം നൽകൂല. അടുത്ത ചോദ്യം ചോദിച്ചു, ഖബറിലേക്ക് കൊണ്ടുപോയാൽ മുൻകർ നക്കീർ അവിടേക്ക് കടന്നു വരൂലേ? മുൻകർ നക്കീർ കടന്നു വരുമ്പോ നിന്നോട് മർറബ്ബുക വമാ ദീനുക എന്നിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ രണ്ടുപേരും സംസർഗം പുലർത്തിയാൽ, വ്യഭിചാരം ചെയ്താൽ ആ ഒരു വ്യഭിചാരം ഖബറിൽ വെച്ച് നിനക്ക് സന്തോഷമാണോ നൽകുന്നത് അല്ല ദുഃഖമാണോ നൽകുന്നത്? അല്ലാഹുമ്മ ലാ, എനിക്ക് ദുഃഖമാണ് ഉണ്ടാവുക, സന്തോഷമല്ല. ഇനിയുമുണ്ട് ചോദ്യം, മീസാൻ എന്ന തുലാസിന്റെ സമീപത്തേക്ക് നമ്മൾ പോകുമ്പോ നന്മയുടെ തുലാസാണോ തിന്മയുടെ തുലാസാണോ ഭാരമുണ്ടാവുക? എല്ലാവരും പേടിക്കുന്ന സമയമാണത്. ആ സമയത്ത് നിനക്ക് ഈ ഒരു പ്രവർത്തനം സന്തോഷമാണോ നൽകുക? അല്ലേ അല്ല, എനിക്ക് പേടിയാണ് തോന്നുന്നത്. സിറാത്ത് പാലം കടക്കുമ്പോ വലത് കൈയിലാണോ ഇടത് കൈയിലാണോ കിതാബ് തരുന്നത്? ആ ഒരു സമയത്ത് ഈ ഒരു പ്രവർത്തനം കൊണ്ട് നിനക്ക് സന്തോഷം ലഭിക്കുമോ എന്ന് പെണ്ണിനോട് ചോദിച്ചപ്പോ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, ഇല്ലേ ഇല്ല, എനിക്കതുകൊണ്ട് പേടിയാണ് ഉണ്ടാവുക. അതുകൊണ്ട്
ഇത്തഖില്ലാഹ യാ അമത്തല്ലാഹ്, അല്ലാഹുവിന്റെ അടിമപ്പെണ്ണേ, അല്ലാഹുവിന്റെ അടിമയെ, അല്ലാഹുവിനെ പേടിക്കണേ. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അന്യപുരുഷന്മാർക്ക് മുന്നിൽ മുഖം പ്രദർശിപ്പിക്കരുത്, അന്യപുരുഷന്മാരോട് സംസാരിക്കരുത്, അന്യപുരുഷന്മാരുമായി ഷേക്ക് ഹാൻഡ് ചെയ്യരുത്, അന്യപുരുഷന്മാരുമായി പ്രണയമോ പ്രേമമോ വേണ്ട. ഈ എന്റെ വിദ്യാർത്ഥിനികളോട് ഞാൻ ചോദിക്കട്ടെ, കലാലയങ്ങളിൽ പഠിക്കുന്ന, ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളോട്, എന്റെ വിദ്യാർത്ഥികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ പ്രണയം റൂഹ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമാണോ നൽകുക? ഖബറിലെത്തിയാൽ രാത്രി ഉറങ്ങാതെ ചാറ്റ് ചെയ്തത്, തന്റെ കാമുകന്റെ കൂടെ ജ്യൂസ് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ടീ ടോക്കിന് വേണ്ടി പോയത്, അത് സന്തോഷമാണോ ദുഃഖമാണോ നൽകുക? അതേപോലെ നാളെ മഹ്ശറയിലെത്തിയാൽ, നാളെ സിറാത്ത് പാലത്തിലെത്തിയാൽ നിങ്ങളുടെ ഈ പ്രണയങ്ങൾ, നിങ്ങളുടെ ഈ പ്രേമങ്ങൾ, നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് സന്തോഷമാണോ അല്ല ദുഃഖമാണോ ലഭിക്കുക? ഇത് ആലോചിച്ചിട്ട് മതി ഓരോ പ്രവർത്തനങ്ങളും. പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ, ഞാൻ നന്നാവുകയാണ്, ഞാൻ നന്നാവുകയാണ്. എന്നിട്ട് നേരെ ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. ഭർത്താവ് ചോദിച്ചു, മാദാ സനഅതി, പെണ്ണെ നീ പോയത് ഉബൈദ് ഇബ്നു ഉമൈറിനെ വഴിക്കേടിലേക്ക് നയിക്കാനല്ലേ, എന്തു പറ്റി? പെണ്ണ് പറഞ്ഞു, അൻത ബത്താൽ, നീ വിഡ്ഢിയാണ്. ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞു, അൻത ബത്താൽ, ഭർത്താവേ നീ വിഡ്ഢിയാണ്. വനഹ്നു ബത്താലൂൻ, ഞങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. സുമ്മ ഖബലതു അല സ്വലാ, പിന്നെ വുളൂ ചെയ്തു നിസ്കരിക്കാൻ തുടങ്ങി. സൗമി, നോമ്പ് നോക്കാൻ തുടങ്ങി. വൽ ഇബാദത്തി, ആരാധന ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഭർത്താവിന് പെണ്ണിനെ കിട്ടാതായി, ഭർത്താവിന് ഭാര്യയെ കിട്ടാതായി. കാരണം ഭാര്യ എപ്പോഴും നിസ്കാരത്തിലാണ്, എപ്പോഴും നോമ്പിലാണ്, എപ്പോഴും ആരാധനയിലാണ്. അപ്പോഴാണ് വ്യഭിചാരത്തിലേക്ക് പറഞ്ഞയച്ച ദയ്യൂസ് എന്ന് പറയുന്ന ഈ ഭർത്താവ് പറയാൻ തുടങ്ങി, മാലി വലി ഉബൈദ് ഇബ്നു ഉമൈർ അഫ്സദ അലയ്യ സൗജതി, എന്റെ ഭാര്യയെ ഉബൈദ് മോശമാക്കിയല്ലോ, എന്റെ ഭാര്യയെ ഉബൈദ് മോശമാക്കിയല്ലോ. ഇത്രയും നല്ല സുന്ദരിയായ ഭാര്യ, എല്ലാ ദിവസവും പുതുനാരിയെ പോലെ മണിയറയിലേക്ക് വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി മനോഹരമായി കടന്നു വന്നിരുന്ന ഭാര്യ ഇന്ന് മണിയറയിലേക്ക് വരുന്നേയില്ല. ആകെ നിസ്കാരമാണ്, ആകെ നോമ്പാണ്. വേണ്ടായിരുന്നല്ലോ, ഞാനിങ്ങനെ പറഞ്ഞേക്കേണ്ടില്ലായിരുന്നല്ലോ എന്ന് പറയാൻ തുടങ്ങി ഭർത്താവ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആരാരും കാണാതെ, ആരാരും ശ്രദ്ധിക്കാതെ തെറ്റ് ചെയ്യാൻ നമ്മൾക്ക് അവസരമുണ്ടാകുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു തെറ്റ് കാരണം മരിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണോ നൽകുക അല്ല പ്രയാസമാണോ? എന്റെ സഹോദരിമാരെ, നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കണേ. ഉമ്മ അറിയാതെ, ഉപ്പ അറിയാതെ, മാതാപിതാക്കൾ അറിയാതെ, ജ്യേഷ്ഠാനുജന്മാരറിയാതെ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താക്കന്മാര് മക്കളറിയാതെ അവിഹിത ബന്ധങ്ങളോ, അവിഹിത സംസാരങ്ങളോ, അവിഹിത ചാറ്റിങ്ങുകളോ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണേ. റൂഹ് പിടിക്കുന്ന സമയത്ത് എല്ലാവരും വെപ്രാളപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ഒരു സമയം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. ആ സമയത്ത് ഇത് കാരണം എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കണേ. അല്ലാഹു കാക്കട്ടെ. നബി തങ്ങൾ പറയാണ്, അല്ലാഹു പറയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ, വഅല് പറഞ്ഞാൽ നന്നാവുന്നത്, വഅല് പറഞ്ഞാൽ ഉപകരിക്കുന്നത്, ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ്. ആൾക്കാരുടെ മുന്നിലല്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് വഅല് ഉപകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ പേടിക്കുന്ന ആളുകൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഒറ്റയ്ക്കൊരു മുറിയിലാണ്, 4G സൗകര്യങ്ങളുള്ള ഇന്റർനെറ്റിന്റെ സംവിധാനമുണ്ട്. ഒരാളും ഇത് കാണൂല, ഉമ്മ അറിയൂല, ഉപ്പ അറിയൂല. ഇന്റർനെറ്റിന്റെ മായാ ലോകത്തേക്ക് എന്തു ചെയ്യാനും നമ്മൾക്ക് സൗകര്യമുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്താൽ വിരൽ തുമ്പിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ടതൊക്കെ കടന്നു വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകുമ്പോ ഈ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റിവെച്ചിട്ട് ഖുർആൻ ഓതാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? ഒരു 2 റക്അത്ത് ഞാൻ നിസ്കരിക്കട്ടെ, ഒരാളും കാണാത്ത സമയമാണല്ലോ, ഞാനും എന്റെ റബ്ബും മാത്രമുള്ള സമയമാണല്ലോ. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ മനോഹരമായ ശീതീകരിച്ച മുറിയിൽ ബ്ലാങ്കറ്റിനകത്ത് പുതച്ചുകൊണ്ട് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്ന പെങ്ങളെ, നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആ സമയത്ത് നീയും നിന്റെ റബ്ബും മാത്രം കാണുന്ന സമയത്ത് ബാത്റൂമിലേക്ക് ചെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ
ഇരിക്കാൻ, അതേപോലെ സുന്നത്ത് നിസ്കരിക്കാൻ, അതേപോലെ ഖുർആൻ ഓതാൻ, അതേപോലെ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നിനക്ക് സമയം കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർഹു ബിമഗ്ഫിറതിൻ വഅജ്രിൻ കരീം. അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. അല്ലാഹുവിനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പേടിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്, തഖ്വ നൽകണേ അല്ലാഹ്. പിശാചിന്റെ ദുർബോധനം കൊണ്ട് പിശാച് തിന്മയിലേക്ക് നയിക്കുമ്പോ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്മയിൽ പിടിച്ചു നിർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അല്ലാഹു പറയുന്നത് അശ്ഹദു അല്ലാ ഇലാഹ അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني